ഗതാഗതവും വാർത്താവിനിമയവും. സർ, ഗതാഗത മേഖലയിലെ പ്രധാന വികസന പദ്ധതികൾക്കായി 1976.04 കോടി രൂപ വകയിരുത്തുന്നു. 2017 കേരള മാരിടൈം ബോർഡ് ആക്ട് നിലവിൽ വന്നതോടുകൂടി ചെറുകിട തുറമുഖങ്ങളുടെ ഭരണനിർവഹണവും വികസന പ്രവർത്തനങ്ങളും കേരള മാരിടൈം ബോർഡാണ് നിർവഹിക്കുന്നത്. തുറമുഖങ്ങൾക്കും ലൈറ്റ് ഹൗസുകൾക്കും കപ്പൽ ഗതാഗതത്തിനുമായി 73.72 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി കേരളത്തിലെ ഏറ്റവും പഴയ തുറമുഖങ്ങളിലൊന്നായ കൊല്ലം തുറമുഖത്തിൻ്റെ പ്രസക്തി വർദ്ധിക്കുകയാണ്. കൊല്ലം തുറമുഖത്തിന് ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ അനുശാസിക്കുന്ന ICPS കോഡ് സർട്ടിഫിക്കേഷൻ ഇതിനകം തന്നെ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കസ്റ്റംസ് ക്ലിയറൻസും എമിഗ്രേഷൻ ചെക്ക് പോയിൻറ്റും സ്റ്റാറ്റസും ലഭിക്കുന്നതിനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലാണ്. 7.3 മീറ്റർ പ്രകൃതിദത്ത ആഴമുള്ള കൊല്ലം തുറമുഖത്തിൻ്റെ ആഴം കൂട്ടിയും പുതിയ വാർഫുകൾ നിർമ്മിച്ചും മറ്റ് അനുബന്ധ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കിയും കൊല്ലം തുറമുഖത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നോൺ മേജർ തുറമുഖമാക്കാനാണ് സർക്കാർ പരിപാടിയിടുന്നത്. ചരക്ക് നീക്കത്തിനും ഗതാഗതത്തിനും വിനോദസഞ്ചാരത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് അഴീക്കൽ, ബേപ്പൂർ, കൊല്ലം, ആലപ്പുഴ, പൊന്നാനി തുറമുഖങ്ങളുടെ സമഗ്രമായ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 39.2 കോടി രൂപ വകയിരുത്തുന്നു. സർ, ചെറുകിട തുറമുഖങ്ങൾ നീണ്ടകര, വലിയ തുറ, കായംകുളം, മനക്കോടം അങ്ങനെയുള്ള ചെറുകിട തുറമുഖങ്ങൾക്കായിട്ട് 5 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഉത്തര കേരളത്തിനും ദക്ഷിണ കർണാടക മേഖലയ്ക്കും പ്രയോജനം ലഭിക്കുന്നതിനായിട്ട് നടത്തുന്ന മലബാർ അന്താരാഷ്ട്ര തുറമുഖം ഗ്രീൻഫീൽഡ് തുറമുഖത്തിൻ്റെ പ്രവർത്തനത്തിനായി 9.65 കോടി രൂപ വകയിരുത്തുന്നു. സർ, റോഡുകളും പാലങ്ങളും സംസ്ഥാനത്തെ നിർമ്മാണ മേഖലയെ സജീവമാക്കുന്നതിനായി 1000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടപ്പാക്കും. ഗ്രാമീണ റോഡുകൾ ഉൾപ്പെടെ അതൊരു ബഡ്ജറ്റിന് സാധാരണ പ്ലാനിന് പുറത്ത് ഒരു പ്രത്യേക മാന്തിവിരുദ്ധ പാക്കേജ് എന്ന നിലയിലാണ്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ധനകാര്യ വകുപ്പ് പുറപ്പെടുവിക്കും. പ്ലാനിൻ്റെ ഗ്രാമീണ റോഡുകൾ ഉൾപ്പെടെ 1000 കോടി രൂപയുടെ ഒരു പ്രത്യേക പദ്ധതിയാണ് ആ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ വരും. സർ, സംസ്ഥാനത്തെ പ്രധാന നഗരങ്ങളെയും ജില്ലാ ആസ്ഥാനങ്ങളെയും കൂട്ടിയോജിപ്പിക്കുന്നതും പ്രധാന പാതകളുമായി ബന്ധിപ്പിക്കുന്നതായ സംസ്ഥാന പാതകളുടെ വികസനത്തിന് 75 കോടി രൂപ വകയിരുത്തുന്നു. ജില്ലാ റോഡുകളെ വികസിപ്പിക്കുന്നതിനായിട്ട് 258.27 കോടി രൂപ വകയിരുത്തുന്നു. കേരള ഗതാഗത പദ്ധതി KSTPക്ക് രണ്ടാം ഘട്ട പ്രവർത്തനത്തിനായിട്ട് 100 കോടി രൂപ വകയിരുത്തുന്നു. പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലെ സംസ്ഥാന പാതകളുടെ കലുങ്കുകളുടെ നിർമ്മാണത്തിന് 50 കോടി രൂപ, നബാർഡ് സഹായത്തോടെ നവീകരിക്കുന്നതായിട്ട് പാലങ്ങൾക്കുമായിട്ട് 95 കോടി രൂപ, പ്രധാന ജില്ലാ റോഡുകളിലെ പാലങ്ങൾക്കും കലുങ്കുകൾക്കുമായിട്ട് 66 കോടി രൂപ, നിലവിലുള്ള പാലങ്ങളുടെ സംരക്ഷണത്തിനും പുനർനിർമ്മാണത്തിനുമായി 25 കോടി രൂപയും വകയിരുത്തുന്നു. 517.45 കിലോമീറ്റർ ദൈർഘ്യമുള്ള 37 റോഡുകളുടെ നവീകരണം സെൻട്രൽ റോഡ് ഫണ്ട് മുഖേന നടന്നു വരികയാണ്. പദ്ധതിക്കായിട്ട് 61.85 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഗതാഗത മേഖലയിൽ സമഗ്രമായ പരിഷ്കാരങ്ങളാണ് സർക്കാർ നടപ്പാക്കിയിട്ടുള്ളത്. സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം KSRTCക്ക് അനുവദിച്ചു വരുന്ന ധനസഹായത്തിൽ വലിയ തോതിലുള്ള വർധനവ് ഉണ്ടായിട്ടുണ്ട്. UDF സർക്കാർ അധികാരത്തിൽ നിന്ന് 11-16 കാലയളവിൽ KSRTCക്ക് 1463.86 കോടി രൂപ അനുവദിച്ചിരുന്ന സ്ഥാനത്ത് LDF സർക്കാർ 2016-21 കാലയളവിൽ 5002.13 കോടി രൂപ അനുവദിക്കുകയുണ്ടായി. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 3 വർഷ കാലയളവിനുള്ളിൽ തന്നെ 4917.92 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. സർ, വിവിധ പ്രവർത്തനങ്ങൾക്കായി KSRTCക്ക് പദ്ധതി ഇനത്തിൽ 128.54 കോടി രൂപ അനുവദിക്കുന്നു. പഴയ ബസ്സുകൾ മാറ്റി കൂടുതൽ പുതിയ ബസ്സുകൾ നിരത്തിലിറക്കേണ്ടതുണ്ട്. കൂടുതൽ പരിസ്ഥിതി സൗഹൃദമായ BS6 നിലവാരത്തിലുള്ള ഡീസൽ ബസ്സുകൾ വാങ്ങുന്നതിനായി KSRTCക്ക് 92 കോടി രൂപ വകയിരുത്തുന്നു. മോട്ടോർ വാഹന വകുപ്പിന് 35.52 കോടി രൂപ വകയിരുത്തുന്നു. ശ്രീ ചിത്ര തിരുനാൾ എഞ്ചിനീയറിംഗ് കോളേജിന് 5.28 കോടി രൂപ വകയിരുത്തുന്നു. ചെക്ക് പോസ്റ്റുകൾ ആധുനികവൽക്കരിക്കുന്നതായിട്ട് 2.5 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഉൾനാടൻ ജലഗതാഗത മേഖലയ്ക്ക് 130.32 കോടി രൂപ വകയിരുത്തുന്നു. ജലഗതാഗത വകുപ്പിന് വകയിരുത്തിയ തുകയിൽ 22.3 കോടി രൂപ ഉയർന്ന സുരക്ഷയും ഇന്ധനക്ഷമതയുള്ള പുതിയ ഗതാഗത ബോട്ടുകൾ വാങ്ങുന്നതിനും ഫെറി സർവീസുകൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള വിഹിതമാണ്. സർ, കൊല്ലം അഷ്ടമുടി, ആലപ്പുഴയിൽ വേമ്പനാട് കായൽ ടൂറിസം എന്നീ പദ്ധതിക്കായിട്ട് 2 സോളാർ ബോട്ടുകൾ വാങ്ങുന്നതിന് 5 കോടി രൂപ വകയിരുത്തുന്നു. സർ, KSINCയുടെ നേതൃത്വത്തിൽ പുതിയ ക്രൂയിസ് യാനത്തിൻ്റെ നിർമ്മാണത്തിനായി 3 കോടി രൂപ വകയിരുത്തുന്നു. ദേശീയ ജലപാത 3മായി ബന്ധിപ്പിക്കുന്ന ഫീഡർ കനാലുകളുടെ നിർമ്മാണത്തിനായി നബാർഡ് സഹായത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിക്കായി 23 കോടി രൂപ വകയിരുത്തുന്നു. സർ, കൊച്ചി മെട്രോ റെയിൽ
സർ, കൊച്ചി മെട്രോ റെയിലിൻ്റെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ വിദേശ വായ്പാ സഹായത്തോടെ നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ വർഷം 239 കോടി രൂപ വകയിരുത്തുന്നു. സർ, വിദേശ വായ്പാ സഹായത്തോടെ കൊച്ചിയിൽ സംയോജിത ജലഗതാഗത സംവിധാനം നടപ്പാക്കുന്നതിന് സർക്കാർ ലക്ഷ്യമിടുന്നു. ഇതിനായി 150 കോടി രൂപ വകയിരുത്തുന്നു. എയർ സ്ട്രിപ്പുകളുടെ പ്രാഥമിക പ്രവർത്തനങ്ങൾ നടക്കുന്നതിനായിട്ട് ഇടുക്കി ജില്ലയ്ക്ക് 1.96 കോടി രൂപയും വയനാടിന് 1.17 കോടി രൂപയും കാസർഗോഡിന് 1.10 കോടി രൂപയും വകയിരുത്തുന്നു. ശബരിമല ഗ്രീൻഫീൽഡ് എയർപോർട്ട് സ്ഥാപിക്കുന്നതുമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കായി 1.85 കോടി രൂപ നീക്കിവെക്കുന്നു. സർ, സുരക്ഷിത നടപ്പാതകൾ, സൈക്കിൾ ട്രാക്കുകൾ, ഡോക്കിംഗ് സൗകര്യം എന്നിവയുടെ യാത്രക്കാർക്ക് മെട്രോ സ്റ്റേഷനുകളിൽ അനായാസ പ്രവേശനം സാധ്യമാക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള മോട്ടോർ ഇതര ഗതാഗത പദ്ധതി വിദേശ വായ്പാ സഹായത്തോടെ നടപ്പാക്കുന്നതാണ്. 24-25 91 കോടി രൂപ വകയിരുത്തുന്നു.